ശരിക്കും ബിസിനസ്സിൻ്റെ അകത്ത് ചേഞ്ച് മാനേജ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഒരു വിദ്യാലയത്തിൻ്റെ അകത്ത് ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ച് മാനേജ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. ആ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഹൈറാർക്കി, പ്രിൻസിപ്പൽ എന്ത് ചെയ്യണം, വൈസ് പ്രിൻസിപ്പൽ എന്ത് ചെയ്യണം, ഓരോ ടീച്ചേഴ്സിനും എത്രത്തോളം റോളുണ്ട്, ബ്ലൂ കോളർ ജീവനക്കാർ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ആരെ പ്രൊമോഷൻ കൊടുത്തിട്ട് ആ സിസ്റ്റത്തെ നന്നാക്കാം, ആർക്ക് സാലറി ഇൻക്രീസ് ചെയ്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാം, ഏതൊക്കെ നിലക്കുള്ള ഇൻസെൻറ്റീവ്സുകൾ, ഗിഫ്റ്റുകൾ കൊടുത്തുകൊണ്ട് ടോട്ടൽ സിസ്റ്റത്തെ വളർത്തിക്കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ട്യൂൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു കൺസൾട്ടൻറ്റിൻ്റെ സേവനം ചേഞ്ച് മാനേജ്മെൻറ്റിന് വളരെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാലയം പ്രത്യേകിച്ചും ഒരു ബയോ സിസ്റ്റം എന്നാണ് പറയുന്നത്. കുട്ടികളുണ്ട്, രക്ഷിതാക്കളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, സോഷ്യൽ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിലൊരു ഗ്രോത്ത് സാധ്യമാകണമെങ്കിൽ തീർച്ചയായും ചേഞ്ച് മാനേജ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കണം. ഇടയ്ക്കിടെ മാറ്റങ്ങൾ ഇൻറ്റേർണലി ഉണ്ടായി വരികയും വേണം.